AP സമസ്ത 100ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിക്കുന്നതിനായുള്ള വിളംബര സമ്മേളനം അല്പസമയത്തിനകം മലപ്പുറം കോട്ടക്കലിൽ നടക്കും. AP സമസ്ത ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമാപന സമ്മേളന പ്രഖ്യാപനം നടത്തും. സുന്നി ഐക്യ വിഷയത്തിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിലപാട് പറയും. ജംഷീർ കുഴഞ്ഞ് വിശദാംശങ്ങൾ നൽകും. ജംഷീർ, സമസ്തയിലെ രണ്ട് വിഭാഗങ്ങളും ഒരേ സമയം 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. അതിൽ സമസ്തയുടെ സമ്മേളനം കഴിഞ്ഞു. ഇനി AP വിഭാഗത്തിന്റെ സമ്മേളനത്തിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്താൻ പോകുന്നത്. ഐക്യ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ ചടങ്ങ് ഇങ്ങനെ പുരോഗമിക്കുന്നു. എപ്പോഴായിരിക്കും കാന്തപുരം സംസാരിക്കുക? തീർച്ചയായിട്ടും സൈഫു, ഇരു വിഭാഗം സംസ്ഥയും കാന്തപുരം സംസ്ഥാന വിഭാഗവും രണ്ട് വിഭാഗവും ഇത്തരത്തിൽ 100ാം വാർഷിക സമ്മേളനത്തിലേക്ക് അടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സുന്നി ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ കൂടുതലായി വലിയ തരത്തിൽ നടക്കുന്നത്. നേരത്തെ ഉള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് ഇരുവിഭാഗം സമസ്തയിലെയും നേതാക്കന്മാർ തന്നെ ഇത്തരത്തിൽ ഐക്യം വേണമെന്നുള്ള ആഹ്വാനവുമായി രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്നത്തെ ഈ സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ഐക്യവുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ സമസ്ത ജിഫ്രി തങ്ങൾ തന്നെ ഇത്തരത്തിൽ ഐക്യാഹ്വാനവുമായി രംഗത്ത് വരുന്നു. അതിനുശേഷം ഖലീൽ ബുഖാരി തങ്ങളും അതോടൊപ്പം തന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഉൾപ്പെടെയുള്ളവർ ഐക്യം വേണമെന്നുള്ള ആവശ്യവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ നേതാക്കന്മാർ തന്നെ ഐക്യവുമായി മുന്നോട്ട് വരണം, അല്ലെങ്കിൽ ഇരു വിഭാഗം സുന്നികളും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ആഹ്വാനം ചെയ്യുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കുണിയിൽ നടന്ന സംസ്ഥാന 100ാം വാർഷിക സമ്മേളനത്തിൽ ജിഫ്രി തങ്ങൾ പറഞ്ഞത് ഈ സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു വരണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിരുന്നു. അതിൽ സമസ്തയിൽ നിന്ന് വിട്ടുപോയവർ തിരിച്ചു വരണം എന്നുള്ള ആ ജിഫ്രി തങ്ങളുടെ ആ ഒരു പ്രതികരണത്തിൽ, അല്ലെങ്കിൽ ആ ഒരു അദ്ദേഹം പറഞ്ഞതിൽ AP വിഭാഗത്തിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ AP വിഭാഗം നേതാക്കളുമായി സംസാരിച്ചപ്പോഴെല്ലാം തന്നെ ഇന്നത്തെ ഈ വിളംബര സമ്മേളനത്തിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമ്മേളനത്തിലായിരിക്കും അതുമായി ബന്ധപ്പെട്ടുള്ള വിഭാഗത്തിന്റെ നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. അത് അല്പസമയത്തിനകം തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും ഈ പരിപാടിയിൽ അത്തരത്തിലുള്ള ഒരു ഐക്യ സന്ദേശത്തിന്റെ തുടർ ചലനങ്ങൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാവുക. ആ പ്രഖ്യാപനത്തിന് അനുസരിച്ചായിരിക്കും പിന്നീട് അങ്ങോട്ടുള്ള മറ്റു ചലനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുക എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പോൾ ഈ AP സംസ്ഥാന വിഭാഗത്തിന്റെ 100ാം സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള വിളംബര സമ്മേളനം ഇപ്പോൾ കോട്ടക്കൽ പുത്തൂരിൽ ആരംഭിച്ചിരിക്കുകയാണ്. നിരവധി വരുന്ന പ്രവർത്തകരെല്ലാം തന്നെ പണ്ഡിതന്മാരും നേതാക്കന്മാരും ഉൾപ്പെടെയുള്ള പ്രവർത്തകരൊക്കെ ഇവിടെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിയിരിക്കുന്നു. സമ്മേളനം ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം